ഹായ്, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ആക്ച്വലി നാളെയാണ് എനിക്ക് ഫൈനൽ ഇയറിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ സ്റ്റാർട്ടിങ് ക്ലാസ്സസ് എനിക്കൊരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു അബൌട്ട് ദ പാസ്റ്റ് 3 years ഓഫ് MBBS ജേർണി. ആക്ച്വലി ഫസ്റ്റ് ഇയർ കയറിയത് ഓർമ്മയുണ്ട്. ഫസ്റ്റ് ഇയർ കുറച്ച് ഡിലേ ആയിരുന്നു. പിന്നെ സെക്കൻഡ് ഇയറും തേർഡ് ഇയർ ഒക്കെ ഭയങ്കര സ്പീഡിലാണ് പോയത്. അങ്ങനെ നാളെ ഇതാ ഫൈനൽ ഇയറിന്റെ ക്ലാസ് തുടങ്ങാൻ പോവാം. ആക്ച്വലി MBBS എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പത്തിലെ വലിയൊരു ഡ്രീം ആയിരുന്നു. എസ്പെഷ്യലി ഈ ഓം ശാന്തി ഓശാനൊക്കെ ഇറങ്ങിയ സമയത്ത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള എന്തോ ഒന്നായിട്ടായിരുന്നു ഞാൻ MBBSനെ കണ്ടിരുന്നത്. MBBSന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണത്. അതായത് പുറത്തുനിന്ന് നോക്കുന്ന ആൾക്ക് ഭയങ്കര ഫാൻസി ആയിട്ട് തോന്നും, എന്നാൽ ഉള്ളിൽ നിൽക്കുന്ന ഒരാൾക്ക് മാത്രം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ MBBSലുണ്ട്. മെയിൻ തിങ് അതിൻ്റെ ഉള്ളിലെ സ്ട്രെസ്സും സ്ട്രഗിൾസ് ഒക്കെയാണ്. കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് നോട്ട് ലൈക്ക് എ നോർമൽ ഡിഗ്രി. നമുക്ക് ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. അത് നമ്മൾ റിയൽ പേഷ്യൻസിനെയൊക്കെ കണ്ടും പഠിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ MBBSൽ ലേൺ ചെയ്യുന്നത്. ആൻഡ് പഠിക്കാനുള്ള സബ്ജക്ട്സ് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 19 സബ്ജക്ട്സ് ആണ് ഈ ഒരു 4.5 years നമ്മൾ പഠിക്കുന്നത്. മെഡിസിൻ, സർജറി, ഗൈനക്കോളജി, പീഡിയാട്രിക്സ് തുടങ്ങി അങ്ങ് റേഡിയോളജി, അനസ്തീഷ്യോളജി വരെ ഓൾമോസ്റ്റ് 19 സബ്ജക്ട്സ് ഇൻ 4.5 years. കഴിഞ്ഞൊരു 3 yearsലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര നല്ലതെന്ന് തോന്നിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഒരു ഡിസ്ക്ലെയിമർ പറയാനുള്ളത്, ഞാൻ അധികവും നല്ലതെന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നുള്ളൂ. ഒരുപാട് സ്ട്രെസ്, സ്ട്രഗിൾസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞൊരു 3 yearsലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര നല്ല മെമ്മറി ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ തന്നെ തുടങ്ങാം. ഫസ്റ്റ് ഇയർ ആക്ച്വലി എനിക്കൊരു കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ടൈമായിരുന്നു. കാരണം ഞാൻ MBBS ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫസ്റ്റ് ഇയർ കുറച്ച് ഡിലേ തോന്നിയിരുന്നു. പക്ഷേ ഫസ്റ്റ് ഇയറിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് എപ്പോഴും മനസ്സിൽ ആദ്യം വരുന്ന കാര്യം ഡിസെക്ഷൻ ആണ്. ഫസ്റ്റ് ഇയർ ക്ലാസ്സസ് ഒക്കെ തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ ഡിസെക്ഷൻ ഹോളിലേക്ക് കയറ്റിയത്. എനിവേസ് ഫസ്റ്റ് ഡേ ഓഫ് ഡിസെക്ഷൻ ചെയ്തത് ഞാനും എൻ്റെ ഫ്രണ്ട് വസിക്കായിരുന്നു. നമ്മെ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടൊരു കടാവറിനെ പോയിട്ട് കീറി മുറിച്ച് പഠിക്കുക എന്നൊക്കെ ഉള്ളത് ഇപ്പം ആലോചിക്കുന്ന സമയത്ത് ലൈക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഒരു ഫ്രഷ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് ഡിസെക്ഷൻ ഹോളിൽ കയറുന്നത് തന്നെ ഭയങ്കര പേടിയുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ ആദ്യത്തെ 2 ദിവസമായിരുന്നു കേട്ടോ പേടിയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ അതുമായിട്ട് ഭയങ്കര യൂസ്ഡ് ആയി. നമ്മൾ ലൈക്ക് ഹെഡ് ടു ടോ എല്ലാം നമ്മൾ ഡിസെക്ഷൻ ചെയ്ത് പഠിച്ചു. ഫസ്റ്റ് ഇയറിൽ രണ്ടാമത്തെ ഒരു ട്രാജഡി എന്ന് പറയുന്നത് ഫിസിയോളജി ലാബായിരുന്നു. ഫിസിയോളജി, ഹെമറ്റോളജി ലാബിൽ നമുക്ക് സ്വന്തം വിരലിൽ ലാൻസെറ്റ് വെച്ചിട്ട് കുത്തി ബ്ലഡ് എടുത്ത് ആ ബ്ലഡിലുള്ള WBCൻ്റെ RBCൻ്റെ ഒക്കെ കൗണ്ട് എടുക്കുക, പ്ലേറ്റ്ലെറ്റിൻ്റെ ഒക്കെ കൗണ്ട് എടുക്കുക, ഇങ്ങനത്തെ പണിയൊക്കെ ആയിരുന്നു നമുക്ക് ഹെമറ്റോളജി ലാബിലുണ്ടായിരുന്നത്. എന്നാൽ എനിക്ക് അന്ന് ആലോചിക്കാൻ പറ്റില്ലായിരുന്നു സ്വന്തം വിരലിങ്ങനെ കുത്തി ബ്ലഡ് എടുക്കുക എന്നൊക്കെ ഉള്ളത്. നമ്മൾ നല്ല ബ്ലഡുള്ള ആൾക്കാരൊക്കെ 5 രൂപയ്ക്കൊക്കെ ഒരു തുള്ളിയൊക്കെ, ഒരു 5 വാങ്ങിക്കൊടുത്താൽ ഒരു തുള്ളി ഡ്രോപ്പൊക്കെ ഉറ്റിച്ച് തരും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര ഫൺ. ബിക്കോസ് ഇനി ഒരിക്കലും ഫിസിയോളജി ലാബിൽ കയറിയിട്ട് ഇനി പണിയൊന്നും ചെയ്യണ്ടല്ലോ എന്ന് ആലോചിക്കുന്നു. ഫസ്റ്റ് ഇയർ ആക്ച്വലി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഐ സ്റ്റാർട്ടഡ് ടു ലവ് MBBS. ബിക്കോസ് എൻ്റെ സെക്കൻഡ് ഇയറിലെ ആദ്യത്തെ ക്ലിനിക്കൽ പോസ്റ്റിംഗ്, ആക്ച്വലി നമുക്ക് സെക്കൻഡ് ഇയറിലാണ് ക്ലിനിക്കൽ പോസ്റ്റിംഗ്സ് തുടങ്ങുക. ഫസ്റ്റ് ഇയർ ഈസ് ഫുൾ ഓഫ് ഡിസെക്ഷൻ, പ്രാക്ടിക്കൽസ് കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ ആദ്യത്തെ ക്ലിനിക്കൽ പോസ്റ്റിംഗ്സ് എനിക്ക് പീഡിയാട്രിക്സിലായിരുന്നു. ഐ ലിറ്ററലി സ്റ്റാർട്ടഡ് ടു ലവ് MBBS ആൻഡ് പീഡിയാട്രിക്സ് ബിക്കോസ് ഓഫ് വൺ മാൻ. ഞങ്ങളുടെ പീഡിയാട്രിക്സിൻ്റെ യൂണിറ്റ് ചീഫ് ആയിട്ടുള്ള മോഹൻദാസ് സാറായിരുന്നു അത്. ഞാൻ ആക്ച്വലി ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് ഹിം. ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് ദ ഡോക്ടർ ഹീ ഈസ്, ദ പേഴ്സൺ ഹീ ഈസ്. ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു പോസ്റ്റിംഗ് ആയിരുന്നു പീഡിയാട്രിക്സ് പോസ്റ്റ്. പിന്നെ ആദ്യമായിട്ട് ലേബർ റൂമിൽ കയറുന്നത്, ആദ്യമായിട്ടൊരു സിസേറിയൻ അല്ലെങ്കിൽ C-section നേരിട്ട് കാണുന്നത്, അതായത് ഒരു ബർത്ത് വിറ്റ്നസ് ചെയ്യുന്നത്, ഇതൊക്കെ ആ സെക്കൻഡ് ഇയർ MBBSലാണ്. ഇപ്പോൾ ആലോചിക്കുന്ന സമയത്ത് ലൈക്ക് ആദ്യമായിട്ട് അതൊക്കെ കാണുന്നത്, എവ്രിതിങ് എന്ത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഭയങ്കര സ്പെഷ്യൽ അല്ലേ. അപ്പോൾ ആ ഒരു സെൻസിൽ സെക്കൻഡ് ഇയർ വാസ് ആക്ച്വലി ഗുഡ്. ലൈക്ക് എല്ലാം ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു കാര്യം സെക്കൻഡ് ഇയറിലായിരുന്നു. സെക്കൻഡ് ഇയർ കുറച്ച് ലൈറ്റർ ആയിരുന്നു കേട്ടോ കമ്പയർഡ് ടു ഫസ്റ്റ് ഇയർ അക്കാഡമിക് വൈസ് ഒക്കെ. പക്ഷേ ഏറ്റവും ലൈറ്റർ ആയിട്ടുള്ള ഇയർ, അല്ലെങ്കിൽ ഏറ്റവും ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഇയർ എന്ന് പറയുന്നത് തേർഡ് ഇയർ ഓഫ് MBBS ആണ്. കാരണം എന്ന് വെച്ചാൽ തേർഡ് ഇയറിലാകെ നമുക്ക് 2 സബ്ജക്റ്റേ പഠിക്കാനുള്ളൂ. നമ്മൾ അത്രയും ചില്ല് ചെയ്തിട്ടുള്ളൊരു ഇയർ ആണ് തേർഡ് ഇയർ. ഹണിമൂൺ ഫേസ് ഓഫ് MBBS എന്നാണ് നമ്മൾ തേർഡ് ഇയറിനെ വിളിക്കുക. ഞാൻ തേർഡ് ഇയറിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുതരാം. അതിന് മുമ്പ് എനിക്ക് നിങ്ങൾക്കൊരു ബുക്ക് പരിചയപ്പെടുത്തി തരാനുണ്ട്. ദിശ പബ്ലിക്കേഷൻസ് അവരുടെ ഒരു ന്യൂ എഡിഷൻ ബയോളജി ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നീറ്റ് ബയോളജി എലവേറ്റ് എന്നാണ് ഈ ബുക്കിൻ്റെ പേര്. ഇതിൽ മെയിനായിട്ട് എല്ലാ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് മാച്ചിങ്, അസർഷൻ, റീസണിങ്, ഇങ്ങനെ ബയോളജിയിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ചാപ്റ്റർ വൈസ് ആയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്കമിങ് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കോൺസെപ്റ്റ്സും കവർ ചെയ്യുന്ന രീതിക്കാണ് അവരിത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. മാച്ചിങ്, അസർഷൻ, റീസൺ, 2 statements, മൾട്ടി സ്റ്റേറ്റ്മെന്റ്സ് തുടങ്ങി എല്ലാ ടൈപ്സ് ഓഫ് വെറൈറ്റി ക്വസ്റ്റ്യൻസും ചാപ്റ്റർ വൈസ് ആയിട്ടാണ്
ഈ ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് 6 ഇയേഴ്സിൽ PYQs ആയിട്ട് ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ NCERT എക്സാംപ്ലറിലുള്ളതൊക്കെ അവർ ഓരോ ചാപ്റ്ററിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈച്ച് ചാപ്റ്ററിന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 75 to 100 റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. NCERT ന്യൂ സിലബസ് പ്രകാരമുള്ള പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ചാപ്റ്ററിലും കൊടുത്തിട്ടുള്ളത്. ആൻഡ് നീറ്റ് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആപ്ലിക്കേഷൻസും കോൺസെപ്റ്റ്സും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ചാപ്റ്ററിലും കൊടുത്തിട്ടുള്ളത്. ദിസ് ബുക്ക് കണ്ടെയ്ൻസ് ഓൾമോസ്റ്റ് 32 ചാപ്റ്റേഴ്സ് വിത്ത് 2500+ MCQs വിത്ത് their detailed solution. ഓരോ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് കഴിഞ്ഞതും അതിന്റെ സൊല്യൂഷൻസും കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻസിന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്കാണ് സൊല്യൂഷൻസ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ഈ ബുക്ക് മേടിക്കുകയാണെങ്കിൽ 30% ഡിസ്കൗണ്ട് ഉണ്ട്. ആൻഡ് ഫോർ എക്സ്ട്രാ ഡിസ്കൗണ്ട്സ് നിങ്ങൾക്ക് എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള SWATI05 യൂസ് ചെയ്യാം. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ബയോളജിക്ക് വേണ്ടിയിട്ട് ഒരു ഗൈഡ് നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് എ ഗുഡ് ചോയ്സ് ഫോർ ഇറ്റ്. അപ്പോൾ തേർഡ് ഇയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ആകെ 2 സബ്ജക്റ്റേ ഉള്ളൂ. അത് ഫോറൻസിക് മെഡിസിനും കമ്മ്യൂണിറ്റി മെഡിസിനും. അത്യാവശ്യം പഠിക്കാൻ കുഴപ്പമില്ലാത്ത സബ്ജക്ട്സ് ആണ്. സോ ഭയങ്കര ചില്ല് ചെയ്തിട്ടുള്ളൊരു ഇയർ ആണ്. അത്ര എൻജോയ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചേച്ചിയൊക്കെ പറയും നീ ഒരു തരത്തിലും MBBSനെ കുറിച്ച് പറയാത്ത അല്ലെങ്കിൽ MBBS സ്ട്രെസ്സിനെ കുറിച്ച് പറയാത്തൊരു ഇയർ ആയിരുന്നല്ലോ തേർഡ് ഇയർ എന്നുള്ള രീതിക്ക്. വേണമെങ്കിൽ ഞാൻ തേർഡ് ഇയർ എക്സ്പീരിയൻസസ് മാത്രം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഉണ്ടാക്കാം. എനിവേസ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, തേർഡ് ഇയറിൽ നമുക്ക് ഫോറൻസിക് മെഡിസിൻ വരുന്നത് കൊണ്ട് തന്നെ ഒരു മെയിൻ തിങ് എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോപ്സി കാണാനുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 10 ഓട്ടോപ്സീസ്, 10 പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻസ് നേരിട്ട് കാണണം. അതായിരുന്നു എനിക്ക് തേർഡ് ഇയറിലാകെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം. കാരണം എനിക്ക് ഓട്ടോപ്സി ചെയ്യുന്ന സമയത്തുള്ള സ്മെല്ല് പിടിക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ അധികവും ഈ ഡോർ സൈഡിൽ പോയിട്ടാണ് ഓട്ടോപ്സി കാണുക. കാരണം എനിക്ക് വൊമിറ്റ് ചെയ്യാൻ പറ്റും. ഒരിക്കലും ഓട്ടോപ്സി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐ ലിറ്ററലി വൊമിറ്റഡ്. പിന്നെ തേർഡ് ഇയറിലെ ക്ലിനിക്കൽ പോസ്റ്റിംഗ്സിൽ എനിക്ക് പീഡിയാട്രിക്സ് ആസ് ഓൾവേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് സർജറി പോസ്റ്റിംഗ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ തേർഡ് ഇയറിൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം, നമുക്ക് ഇലക്ടീവ് പോസ്റ്റിംഗ് ഉണ്ട്. ഇലക്ടീവ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ആർ മാർക്സ്, MBBSന്റെ മാർക്സിനനുസരിച്ച് നമുക്ക് ഒരു പോസ്റ്റിംഗ് ചൂസ് ചെയ്യാം. അല്ലാണ്ട് ലൈക്ക് ഫിക്സഡ് പോസ്റ്റിംഗ് അല്ല, ലൈക്ക് നമുക്ക് ഇന്നത് പോകണമെന്നല്ല, നമുക്ക് ഇഷ്ടമുള്ളൊരു പോസ്റ്റിംഗ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഒക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ എടുത്തത് പ്ലാസ്റ്റിക് സർജറി ആയിരുന്നു. അപ്പോൾ പ്ലാസ്റ്റിക് സർജറി ഞാൻ ഭയങ്കര ആഗ്രഹിച്ചെടുത്തൊരു പോസ്റ്റിംഗ് ആയിരുന്നു. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, മെയിൻലി ഫ്യൂച്ചറിങ് ഒക്കെ പഠിക്കാൻ പറ്റി. ആൻഡ് നമ്മൾ അവരുടെ സർജറീസിലൊക്കെ നമുക്ക് അസിസ്റ്റ് ചെയ്യായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ലേൺ ചെയ്യാൻ പറ്റി. നമുക്കിങ്ങനെ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ഒക്കെ കാണാനും അതിനെപ്പറ്റി അറിയാനും ഒക്കെ ഉള്ള ഒരു അവസരം കിട്ടിയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമായൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് സർജറി ഒക്കെ അസിസ്റ്റ് ചെയ്യാൻ പറ്റി. നമ്മുടെയൊക്കെ ഭയങ്കര ഡ്രീം തിങ് ആണല്ലോ ആസ് എൻ MBBS സ്റ്റുഡൻറ്റ്, സർജറി ഒക്കെ അസിസ്റ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുക, ലൈക്ക് ഫ്യൂച്ചറിങ്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റി. പിന്നെ തേർഡ് ഇയർ ഭയങ്കര ലൈറ്റർ ആയതുകൊണ്ട് നമുക്ക് കുറേ ട്രിപ്സിനൊക്കെ പോകാൻ പറ്റി. ആൻഡ് ലിറ്ററലി വി എൻജോയ്ഡ് തേർഡ് ഇയർ ഓഫ് MBBS എ ലോട്ട്. ഏതൊരു MBBS കാരൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ടെങ്കിൽ തേർഡ് ഇയർ ഇസ് ഫുൾ ഓഫ് ചിൽ എന്നാണ് പറയുക. അങ്ങനെ ഈ ചിൽ ജീവിതമൊക്കെ കഴിഞ്ഞ് ഞാൻ നാളെ ഫൈനൽ ഇയർ ഓഫ് MBBSൽ എൻ്റർ ചെയ്യാൻ പോവാണ്. ഫൈനൽ ഇയറിൻ്റെ ക്ലാസ്സസ് ഒക്കെ തുടങ്ങാൻ പോവാണ്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ടോട്ടൽ 6 സബ്ജക്ട്സ് ഫൈനൽ ഇയറിൽ പഠിക്കാനുണ്ട്. 6 മേജർ സബ്ജക്ട്സ് കൂടാണ്ട് റേഡിയോളജി, അനസ്തേഷ്യോളജി, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സബ്ജക്ട്സും അതിൻ്റെ കൂടെ വരും, ഡെർമറ്റോളജി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ബേസിക്കലി പറയുന്നത് നമുക്ക് കുറേ പഠിക്കാനുണ്ട്. അത് 1.5 ഇയർ ആണ് ഡ്യൂറേഷൻ വരുന്നത്. അതിൽ ഒരു 6 മന്ത്സോളം എക്സാംസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ ബേസിക്കലി 1 ഇയറിൽ ഇതൊക്കെ പഠിക്കണം. അതിൻ്റെ ഇടയിൽ യൂട്യൂബ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നൊന്നും അറിയില്ല. എനിവേസ് ഞാൻ മാക്സിമം വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. എന്തായാലും ഫൈനൽ ഇയർ ഇസ് നോട്ട് ഗോണ ബി ഈസി. നല്ല സ്ട്രെസ്സും സ്ട്രഗിൾസും ഒക്കെ വരാൻ പോകുന്നുണ്ട്. എനിവേസ് വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഫൈനൽ ഇയർ അങ്ങ് കഴിഞ്ഞ് കിട്ടിയാൽ വി വിൽ ബി ഡോക്ടേഴ്സ്. പിന്നെ ഒരു 1 ഇയർ ഓഫ് ഹൗസ് സർജൻസി കൂടെ കഴിയുകയാണെങ്കിൽ MBBS കംപ്ലീറ്റ്ലി കഴിയും. അപ്പോൾ ഐ ഹോപ്പ് കൂടുതൽ വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാൻ പറ്റുന്നു. അപ്പോൾ ബൈ എവ്രി വൺ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് കമൻറ്റ് ഡൗൺ യുവർ തോട്ട്സ് ആൻഡ് കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ദിസ് വീഡിയോ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.